വരുവാനായിട്ട് പോകുന്ന ഒക്ടോബർ 25 സൂപ്പർ കപ്പ് ആരംഭിക്കുകയാണ്. അതായത് ഇനി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച പോലും ഇല്ല. ഇനി വെറും 4 ദിവസങ്ങൾ മാത്രമാണ് സൂപ്പർ കപ്പിൻ്റെ ആരംഭിക്കാൻ മാത്രമായിട്ടുള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഒക്ടോബർ 30 അതായത് ഈ ഒരു മാസത്തിൻ്റെ അവസാനമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത്. അതും രാജസ്ഥാൻ യുണൈറ്റഡ് FC-ക്കെതിരെയാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞുപോയ സൂപ്പർ കപ്പിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിലവിലും തുടരുന്ന ഡേവിഡ് കെറ്റാലയാണ്. ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസൺ അവസാനമാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞു പോയ സീസണിൽ ഒരു 14 മത്സരങ്ങളോളം ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മിഗായിൽ സ്റ്റെഹറയായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സാക്ക് ചെയ്തുകൊണ്ട് പിന്നീട് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് അസിസ്റ്റന്റ് കോച്ച് ആയിട്ടുണ്ടായിരുന്ന തോമസ് ഷോസും അതോടൊപ്പം തന്നെ TG പുരുഷോത്തമനുമായിരുന്നു. ഇവർ രണ്ടുപേരുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ പിന്നീട് നയിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എൻ്റയർ സീസണിൽ. പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സീസണിന് ശേഷം സൂപ്പർ കപ്പിന് മുമ്പായിട്ടായിരുന്നു, അതായത് ലാസ്റ്റ് സൂപ്പർ കപ്പിന് മുൻപായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കെറ്റാലെ ടീമിലേക്ക് എത്തിക്കുന്നതും. ഇദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരത്തിലുള്ള ഒരു മികച്ച പ്രകടനമൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈസ്റ്റ് ബംഗാളിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ചൊരു പ്രകടനം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യത്തെ മത്സരത്തിലൊക്കെ ഇദ്ദേഹത്തിന് തൻ്റെ ടീമിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് ആസ് എ ടാക്ടിക്കൽ മൈൻഡായിട്ട് ഇദ്ദേഹത്തിന് കാണിക്കുവാനായിട്ട് ഔട്ട് ഓഫ് ദ പിച്ചിൽ നിന്ന് കാണിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും മോഹൻ ബഗാനോട് പരാജയപ്പെട്ടത്, അത് മോഹൻ ബഗാൻ്റെ അതൊരു മെയിൻ സ്ക്വാഡ് അല്ലാഞ്ഞിട്ട് പോലും അവരോട് പരാജയപ്പെട്ടത് ഒരു മോശം സൈഡ് എഫക്റ്റ് ആയിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലവിൽ ഡേവിഡ് കെറ്റാലയുടെ മുകളിലുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ടൂർണമെൻ്റ് ആയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇനി ഇറങ്ങുവാനായിട്ട് പോകുന്ന ഫ്രഷ് ടൂർണമെൻറ്റ്, അതായത് സീസൺ സ്റ്റാർട്ടർ ആയിട്ടുള്ള സൂപ്പർ കപ്പ് 2025-26 സീസണിലെ ആദ്യ മത്സരമായിട്ടുള്ള രാജസ്ഥാൻ യുണൈറ്റഡ് FC-ക്കെതിരെ ഇറങ്ങുന്ന മത്സരത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ, അതായത് പുതിയ സീസണിലെ പ്രിപ്പറേഷനൊക്കെ മുമ്പായിട്ട് ആ ഒരു കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ആരാധകർക്ക് മുന്നിലേക്ക് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് താൻ 0-ൽ നിന്നല്ല ആരംഭിക്കുന്നതെന്നും ടീമിൽ മൊത്തത്തിൽ തന്നെ നിലവിലൊരു പുത്തൻ എനർജി ഉണ്ട് എന്നും അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസൺ അവസാനം തൊട്ട് ഏതാണ്ട് ഒരു 10 മാസത്തോളം എങ്കിലും മിനിമം 10 മാസം ഇല്ലെങ്കിൽ പോലും ഒരു 8 മാസമെങ്കിലും മിനിമം ഇദ്ദേഹത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സും ടീമുമായിട്ട് തന്നെ നല്ലൊരു കണക്ഷനും ബോണ്ടിങ്ങും ഒക്കെ തന്നെ ഉണ്ട്. സോ അതിനാൽ തന്നെ പ്ലേയേഴ്സുമായിട്ടും ഒക്കെ തന്നെ അവരുമായിട്ടൊക്കെ തന്നെ ഒരുപാട് ട്രെയിനിങ് സെക്ഷൻസും ഇദ്ദേഹത്തിന് ലഭിച്ചതിനാൽ തന്നെ ടീമുമായിട്ടൊരു വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇദ്ദേഹത്തിന് ഉണ്ട്. സോ അതിനാൽ തന്നെ ഇദ്ദേഹം ഒരു 0-ൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിനെല്ലാം പുറമെ ടീമിൽ മൊത്തത്തിൽ തന്നെ ഇപ്പോൾ ഒരു പുത്തൻ എനർജി ഉണ്ട് എന്നും താരങ്ങളുമായിട്ടൊക്കെ തന്നെ നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കെറ്റാല നിലവിൽ ആരാധകർക്ക് മുന്നിലേക്ക് പകർന്നു നൽകുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ ഒരു മികച്ച പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഒരു സൂപ്പർ കപ്പിനൊന്നും നേരത്തെ ബ്ലാസ്റ്റേഴ്സ് അത്ര കണ്ടൊരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ അത്ര കണ്ടൊരു എനർജറ്റിക് ആയിട്ട് ഫുൾ സ്കോഡൊന്നും വെച്ച് കളിക്കാതെ ഇരിക്കുന്നൊരു പതിവായിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. സോ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ ടൂർണമെൻറ്റിൻ്റെയും ഈ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ തന്നെ കാണുന്നതിനാൽ തന്നെ അത് മികച്ചതായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഫ്യൂച്ചറിൽ തങ്ങളുടെ ഫസ്റ്റ് ട്രോഫി നേടുവാനായിട്ടുള്ള ആ ഒരു പ്രയത്നത്തിൽ ഉറപ്പായും തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സഹായിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. ഡേവിഡ് കെറ്റാലയുടെ കീഴിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ തങ്ങളുടെ പ്രൊഫഷണൽ ട്രോഫി നേടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പോരാത്തതിന് ഈ ഒരു സൂപ്പർ കപ്പ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ AFC സെക്കൻഡ് ടയറിലേക്കുള്ള ഒരു സ്ലോട്ടും കൂടിയാണ് നിലവിൽ വീഴുന്നത്. സോ അതിനാൽ തന്നെ എല്ലാ ക്ലബ്ബുകളും നല്ലൊരു ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയായിരിക്കും കാഴ്ചവെക്കുക. സോ നമുക്ക് അടുത്ത് തന്നെ അറിയാം ഈ ഒരു സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പ്രകടനം കാണുവാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്.